നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ അത്യന്തം ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് PV അൻവർ ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം ആര്യാടൻ ഷൗക്കത്ത് CPM-മായി വയനാട്ടിൽ വച്ച് ചർച്ച നടത്തി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ നീക്കം നടത്തി CPM-ന്റെ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. അത് MV ഗോവിന്ദനുമായിട്ടാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായാണ് ആ കൂടിക്കാഴ്ച നടത്തിയതെന്നും പറഞ്ഞിരിക്കുകയാണ് PV അൻവർ. PV അൻവർ സ്ഥാനാർത്ഥിയായി എത്തുമോ, തൃണമൂലിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് ആ കാര്യങ്ങളിൽ വ്യക്തത തേടണം. ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, അൻവറിൻ്റേത് വിലപേശലോ? അഡ്വക്കേറ്റ് VS മനോജ് കുമാറാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് മനോജ് കുമാർ, സ്വാഗതം. ഇപ്പോൾ PV അൻവർ അത്യന്തം ഗുരുതരമായ ഒരു രാഷ്ട്രീയ ആരോപണമാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ആരോപണം ഉയർത്തിയ ശേഷം തന്നെ ഒരു പിന്തുണ അത് സാധ്യമാകുമോ? തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പിന്തുണ സാധ്യമാകുമോ? UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ എന്നതിലേക്ക് അപ്പുറം ശ്രീ PV അൻവർ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെൻറ്റിന് രണ്ടാം വരവിന് ശേഷം കേരളത്തിലെ ജനതകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിണറായിസം അവസാനിക്കാൻ, കേരളത്തിലെ ദുർഭരണം അവസാനിക്കാൻ വേണ്ടി ശക്തമായ ഒരു പോരാട്ടത്തിന് ഇറങ്ങുവാൻ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായി ശ്രീ PV അൻവർ UDF നേതൃത്വത്തിന് ഒരു കത്ത് നൽകുകയുണ്ടായി. കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തെ സംസ്ഥാന UDF-ന്റെ ഭാഗമാക്കി മാറ്റണമെന്നാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം. ആ കത്ത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായി മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതാണെങ്കിലും ആ ചർച്ചയ്ക്ക് ശേഷം ആ ശ്രീ PV അൻവറിൻ്റെയും PV അൻവറിൻ്റെ കൂടെയുള്ള ഞങ്ങളെപ്പോലുള്ള അനുയായികളെയും കൂടെ ചേർത്തുകൊണ്ട് മുന്നണി ശക്തമാക്കി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു പരിശ്രമവും കാര്യക്ഷമമായി ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മഹനീയമായ ഭൂരിപക്ഷത്തിൽ, വലിയ ഭൂരിപക്ഷത്തിൽ, ഒരു തിളക്കമാർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ UDF നേതൃത്വം ചില നിസ്സംഗത കാട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ പിണറായിസം അവസാനിപ്പിക്കുവാനും 2026-ൽ മഹാഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകളുടെ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ UDF നേതൃത്വം അല്പം വൈകിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെ നേതൃത്വം നൽകുന്ന ശ്രീ PV അൻവറിന് തൻ്റെ കൂടെ നിൽക്കുന്ന അനുയായികളുടെ വികാരവിചാരങ്ങൾ ഉൾക്കൊള്ളാൻ ബാധ്യതയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ഞാനിവിടെ കയറി വരുമ്പോഴാണ് കാണുന്നത് അദ്ദേഹം പിന്നെ 2 ദിവസത്തിനകം തീരുമാനം കൈക്കൊള്ളുമെന്ന് മീഡിയയിലൂടെ പറയുന്നു. സ്വാഭാവികമായും ചർച്ച നടത്തേണ്ട കാര്യമുണ്ട്. പ്രവർത്തകരുടെ വികാരം അദ്ദേഹം ഉൾക്കൊള്ളുന്ന KC വേണുഗോപാൽ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്ന കാര്യം, അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യം സംബന്ധിച്ച് തന്നെ ചർച്ചകൾ സാധ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ആവശ്യങ്ങൾ ഏതായാലും തൃണമൂൽ കോൺഗ്രസിനുണ്ട്, PV അൻവറിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥി ഇതാ CPM-വുമായി ചർച്ചയ്ക്ക് പോയ ആളാണ് എന്ന്. ആ സ്ഥാനാർത്ഥിയെ മൊത്തമായി അങ്ങ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണിയിലേക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു പാർട്ടിയുടെ നേതാവിനെ, ഒരു പാർട്ടിയെ എടുക്കാൻ കഴിയുക? ശ്രീ മനോജ്, മുന്നണി രാഷ്ട്രീയത്തിൽ ആളുകളെ ഉൾക്കൊള്ളുന്നതും മുന്നണിയിൽ കക്ഷികളെ ഉൾക്കൊള്ളുന്നതും ഇതിൻ്റെ പേരിലല്ല. സ്വാഭാവികമായും പല പ്രശ്നങ്ങളും, പല രാഷ്ട്രീയ വിരോധങ്ങളും, അതുപോലെ തന്നെ രാഷ്ട്രീയമായി കേസുകൾ നടത്തി ആളുകളെ തുറുങ്കലിലടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ആളുകളെയും ആ പാർട്ടിയെയും മുന്നണിയുടെ ഭാഗമാക്കാൻ ഇടത് വലത് മുന്നണികൾ പരസ്പരം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു വിഷയം ശ്രീ PV അൻവർ ഉയർത്തിയ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു മുന്നണി പ്രവേശനത്തിന് തടസ്സമാകേണ്ടതായ ഒരു സാഹചര്യമില്ല. അദ്ദേഹം അവിടുത്തെ ഒരു വിജയസാധ്യതയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില ആശങ്കകളുണ്ട്. ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ തിരഞ്ഞെടുക്കപ്പെടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ വായിലൂടെ പുറത്തു വന്നത്. അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. നമുക്കറിയാം, അദ്ദേഹം DMK എന്ന രാഷ്ട്രീയ മൂവ്മെൻറ്റ് രൂപവൽക്കരിച്ച ശേഷം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ചേരുന്നതിന് തൊട്ട് മുൻപായി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അന്നും പറഞ്ഞു, മലയോര ജനതയുടെ വികാരം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ ശ്രീ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയം
സുനിശ്ചയമാണെന്നും മഹാഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് പറഞ്ഞ അതേ നിലപാട് അദ്ദേഹം ഈ സന്ദർഭത്തിൽ പോലും സ്വീകരിക്കുന്നു എന്നുള്ളിടത്താണ് ശ്രീ പി വി അൻവറിൻ്റെ മേന്മ ആയി ഞാൻ കാണുന്നത്. അദ്ദേഹം അല്ലാണ്ട് മാറി മാറി ചിന്തിക്കുകയും മാറി മാറി പറയുകയും ചെയ്യുന്ന ആളല്ല. അദ്ദേഹം എടുത്തൊരു നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഈ ഷൗക്കത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്, പഠിക്കപ്പെടേണ്ടതാണ്. അതിന് വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്ന സാഹചര്യം എന്തൊക്കെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ പഠിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്നോ ചിന്തിക്കുമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിലെ UDF സംവിധാനം കൂടുതൽ ശക്തമാകുന്നതിനും UDFന് കെട്ടുറപ്പുണ്ടാകുന്നതിനും വേണ്ടി പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം UDFിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ച് കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിന്മേലൊരു തീരുമാനം കൈക്കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യും, പാർട്ടി തലത്തിൽ ചർച്ചയുണ്ടാകും. വ്യക്തത വരുത്താൻ ചോദിക്കുകയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ ഇപ്പോൾ തള്ളി പറയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായത് PV അൻവറിന് ഇഷ്ടമായിട്ടില്ല. അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ ആരോപണം ഉയർത്തിയിട്ടുണ്ട്, CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ പോയ ആൾ എന്നൊക്കെ. അപ്പോഴും പിണറായി സത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ട എന്നാണ് അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. താങ്കളും ഇപ്പോൾ പറയുന്നതിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥാനാർത്ഥിയെ മാറ്റാനും പോകുന്നില്ല. ആത്യന്തികമായി സപ്പോർട്ട് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തില്ലേ? അങ്ങനെ തന്നെയാണോ തീരുമാനം പാർട്ടിയിൽ? പാർട്ടി തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. പാർട്ടി 2 ദിവസത്തിനകം തീരുമാനം കൈക്കൊള്ളുമെന്ന് ശ്രീ PV അൻവറോട് പ്രഖ്യാപിക്കുകയുണ്ടായി. ശ്രീ PV അൻവർ അവിടുത്തെ പ്രാദേശിക നേതൃത്വവും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ, ഈ സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളുന്നതിനുള്ള പ്രയാസമുണ്ടോ, ഇനി അത് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രയാസം, ആ പ്രയാസങ്ങൾ വേണമെങ്കിൽ പറഞ്ഞ് പരിഹരിക്കപ്പെടാം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ശ്രീ PV അൻവർ എവിടെ നിൽക്കുന്നു എന്നൊരു പ്രസക്തമായ ചോദ്യമല്ലേ? അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണോ? അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പിണറായിസം അവസാനിപ്പിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും അതിശക്തമായ ഒരു പോരാട്ടം വഴി മഹാഭൂരിപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടണമെന്നാണ് ശ്രീ PV അൻവറിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് ഉതകുന്ന സാഹചര്യം ഒരുക്കിയെടുക്കാൻ UDF നേതൃത്വത്തിന് ഇനിയും പരിശ്രമിക്കാനുള്ള സമയമുണ്ടല്ലോ. അങ്ങനെ പരിശ്രമിക്കുകയും UDFിൻ്റെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ വിജയസാധ്യത ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അങ്ങനെയല്ല അഡ്വക്കേറ്റ് മനോജ്, ഈ 2 ദിവസത്തെ പഠനം എന്നത് അൻവറിന് UDF പ്രവേശനത്തിനും അതിനുശേഷമുള്ള സ്ഥാനമാനങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിലും ഒക്കെയുള്ള ഒരു വിലപേശൽ സമയമാണോ? എന്തിനാണ് അങ്ങനെ കരുതുന്നത്? ഈ കത്ത് ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മാസം 13-ാം തീയതിയാണ് ശ്രീ PV അൻവർ രാജിവെക്കുന്നത്, MLA സ്ഥാനം രാജിവെക്കുന്നത്. അന്ന് മുതൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾ എല്ലാവർക്കും അറിയാം. പലപ്പോഴും പല മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പ് ഉണ്ടായേക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും തിരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള ധാരണ UDF നേതാക്കൾക്കും ശ്രീ PV അൻവറിനുമുണ്ട്. ഞങ്ങളുടെ നേതൃത്വം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ശേഷം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെ ഞങ്ങൾ കത്ത് നൽകുകയുണ്ടായി UDF നേതൃത്വത്തിന്. അങ്ങനെ UDF നേതൃത്വം നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് UDFിലെ ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്ത് അതിന്മേൽ അനുഭാവപൂർവമായ തീരുമാനമെടുത്ത് ശ്രീ PV അൻവറിനെ അറിയിക്കേണ്ട സാഹചര്യം എത്രയോ നാൾ മുമ്പേ ഉണ്ടായിരുന്നു. അതുണ്ടായിട്ടില്ല. അതിന്മേലൊരു തീരുമാനം ഉണ്ടാകും, ശുഭകരമായ തീരുമാനങ്ങളുണ്ടാകും, കാര്യങ്ങളെല്ലാം ശുഭകരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ശ്രീ PV അൻവറിന്റെ ബാക്കിയെല്ലാം ഓക്കെയാണോ തൃണമൂൽ കോൺഗ്രസിന്? അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ, ഈ മുന്നണി പ്രവേശത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ ബാക്കിയെല്ലാം ഓക്കെയാണോ? അല്ല, അക്കാര്യത്തിൽ ഒരു തീരുമാനമാണല്ലോ ആദ്യം ഉണ്ടാകേണ്ടത്. ആ തീരുമാനമുണ്ടായിപ്പോൾ വാസ്തവത്തിൽ എന്തായിരുന്നു? ഞാനത് ഇപ്പോൾ ശ്രീ PV അൻവറിനെ പോലൊരു നേതാവ് പറഞ്ഞതിനെ വീണ്ടും ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയുന്നതല്ല. ശ്രീ PV അൻവറിനെ പോലൊരു നേതാവ് ഈ മുന്നണിയുടെ ഭാഗമായാൽ ഇതിൻ്റെ ഒരു വിജയം വലിയൊരു വിജയമാണ് ഈ സ്ഥാനാർത്ഥിയുടെ വിജയം അതിഭയങ്കരമായ വിജയമാണ് എന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കും. ശ്രീ PV അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സ്ഥാനാർത്ഥിയിലെ ഏത് സ്ഥാനാർത്ഥിയായാലും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ സാഹചര്യം പറഞ്ഞിട്ടില്ല, അതായത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. അല്ലാണ്ട് ഞങ്ങളിതൊരു സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി 2 ദിവസത്തെ സാവകാശം ചോദിച്ചതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തണം. എന്ത് വേണം, ഇങ്ങനെയൊക്കെ ഞങ്ങളോട് കാണിക്കാമോ എന്ന് പല തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നു. നമ്മളോട് എന്ത് തെറ്റാണ്, നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ ഇത്തരത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നത്, നമ്മളെ കൂടെ സഹകരിപ്പിച്ചിട്ട് പോകുന്നതിന് എന്താണ് ഇത്ര പ്രശ്നം
എന്ന് ആളുകൾ ചോദിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നണി കുറെ കൂടെ ശക്തമായി പോയാൽ ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലേ? അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു വലിയ വിജയം ഉണ്ടാക്കുവാൻ ഉതകുന്ന സാഹചര്യത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉപരി തൃണമൂൽ കോൺഗ്രസിനെ വിഷമിപ്പിക്കുന്നത് UDF-ൽ പ്രവേശനം കിട്ടാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസത്തെ ചർച്ച എന്ന് പറയുമ്പോൾ അപ്പോഴും ചർച്ച ചെയ്യപ്പെടുക UDF-ലേക്ക് പ്രവേശനം ഉണ്ടാകുമോ എന്നതൊക്കെ തന്നെയായിരിക്കും. ഒരു പക്ഷേ ഈ 2 ദിവസത്തിനകം അങ്ങനെ ഒരു UDF പ്രവേശനം സാധ്യമാവുകയും ചെയ്തേക്കാം. അങ്ങനെ ഉണ്ടായാൽ എങ്ങനെയാണ് പുറത്തേക്കിറങ്ങി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസുകാർക്ക് PV അൻവറിന് വോട്ട് ചോദിക്കാനാവുക? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണം ഒന്ന് തന്നെ ആരെങ്കിലും തിരിച്ചു ചോദിച്ചാലോ? ഈ LDF സ്വതന്ത്രനാകാൻ ശ്രമിച്ചു എന്നുള്ളത് CPM-ഉമായി ചർച്ചയ്ക്ക് ശ്രമിച്ച ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയ ശേഷം അദ്ദേഹത്തിന് വേണ്ടി എങ്ങനെയാണ് വോട്ട് ചോദിച്ച് ജനങ്ങളിലേക്ക് പോകുവാനാവുക? അല്ല, ഞങ്ങളെ ഒരു മുന്നണിയുടെ ഭാഗമായാൽ മുന്നണി നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി ഇറങ്ങുക എന്നുള്ളത് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമാണ്. അവിടെ ഷൗക്കത്തെന്നോ മാത്യു എന്നോ ഒരു വ്യത്യാസമില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നോ എന്നുള്ളത് ആദ്യമേ നോക്കട്ടെ. 2 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ പാർട്ടി യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനം പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ ശേഷമേ എനിക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന് ശക്തമായ പിന്തുണ നൽകാൻ കഴിയുന്ന മുന്നണി എന്ന് പറയുന്നത് UDF മുന്നണിയാണ്. ആ UDF മുന്നണി ഞങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ട്, ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നണി വിപുലമാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഒരു പൊതുവികാരം. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്നുള്ളത് വളരെ വിശദമായി പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 ദിവസത്തിനുള്ളിൽ യോഗം ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ മണ്ഡലവുമായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. എങ്കിൽ കൂടിയും പാർട്ടിയും അദ്ദേഹത്തിന് അനുയായികളും ഒക്കെ ആയിട്ട് കൂടിയാലോചന നടക്കണം. അവിടുത്തെ സാഹചര്യങ്ങൾ കുറേ കൂടെ എന്താണെന്ന് പഠിച്ചെടുത്ത് പിന്നെ പ്രവർത്തിച്ചാൽ പിന്നെ അതിൻ്റെ ലക്ഷ്യം കാണാൻ കഴിയുമോ, വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി അവസാനമായി, PV അൻവർ സ്ഥാനാർത്ഥിയാകണം എന്ന് തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്രമായി അവിടെ മത്സരിക്കണമെന്ന് ഒക്കെ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പാർട്ടിയിലുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, അത് കാണാതിരിക്കാം. അതൊക്കെ നമ്മൾ യോഗം ചേരുമ്പോഴേ അറിയാൻ ഒക്കൂ. കാരണം അദ്ദേഹം മത്സരിച്ചാൽ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെ, അദ്ദേഹം മത്സരിക്കണമോ എന്നുള്ള കാര്യം, ഇതൊക്കെ പാർട്ടി ഞങ്ങളുടെ ഘടകം ചർച്ച ചെയ്താണല്ലോ തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ചാനൽ ചർച്ചയിലേക്കിടയിൽ എനിക്കത് അത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ കഴിയുകയില്ല. നന്ദി അഡ്വക്കേറ്റ് VS മനോജ് കുമാർ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്. ഏതായാലും അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. അത് PV അൻവറിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് പോലെയല്ല, വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസിന് വളരെ പെട്ടെന്ന് UDF പ്രവേശനം ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ, അഡ്വക്കേറ്റ് മനോജ് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.